വലിയൊരു വാഴത്തണ്ടുണ്ട് ഇവിടെ. അല്ലാത്തൊരു ഏരിയ ആണ്. പണ്ട് വീരപ്പനൊക്കെ ഇവിടെ ആയിരുന്നുള്ളതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. വീരപ്പൻ്റെ ഒക്കെ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട ഒരു വല്ലാത്തൊരു കാട്ടാനകളും അതുപോലെ തന്നെ കടുവ, പുലി, പന്നികൾ, ഒരുതരം കോഴികൾ, വലിയ കാണ്ടാമൃഗങ്ങൾ, ഇത്തരത്തിലുള്ള ഭീകരമായ മൃഗങ്ങളൊന്നും ഇവിടെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ലാത്തൊരു ഏരിയയാണിത്. മെയിനായിട്ട് ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജനവാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കണ്ടില്ലേ, ഇല്ലാത്തൊരു ആരാരുമില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ അടുത്തുനിന്ന് ആൾക്കാർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വാഴകളും കവുങ്ങിൻ തോട്ടം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പോകുന്നത് ഉള്ളിലോട്ടാണ്. വലിയൊരു വാഴയുടെ വലിയൊരു സംരംഭത്തിലേക്ക്. നമ്മുടെ വാഴ മാത്രം നമുക്ക് കാണാൻ കഴിയുള്ളൂ. കുലച്ചതും കുലക്കാത്തതുമായ വാഴകൾ. വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. കുറേ പക്ഷികളും കുറച്ച് മൃഗങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ. ആരുമില്ലാത്ത അല്ലാത്തൊരു ഏരിയയാണ്. വലിയ സൗണ്ട് ഉണ്ടാക്കിയാൽ മൃഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി വന്യ മൃഗങ്ങളുടെ കേന്ദ്രമായ ഒരു വലിയൊരു കാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആരും കാണുന്നില്ല ഇവിടെ ഒന്നും. വഴിയൊന്നുമില്ല. വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ ആരും കാണുന്നില്ല എന്നുള്ള പ്രത്യേകത ഇവിടെ. ഇനി മറ്റൊരു ഇടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 4 കാലുള്ള പശുവിനെ നമുക്ക് കാണാം. കണ്ടാൽ പെയിൻ്റ് അടിച്ചിട്ടെല്ലാം തോന്നിപ്പോകുന്ന രീതിയിലുള്ള, കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നിപ്പോകും പശുവിനെ കാണുമ്പോൾ. പിന്നെ അളകുമ്പോഴാണ് മനസ്സിലാവുക അവർക്ക് ജീവനുണ്ടെന്ന്. ജീവനുണ്ടോ അല്ലെന്ന് ഇപ്പം മനസ്സിലാവും. അളന്നോ? ഒന്നുമില്ല. പേടിക്കണ്ട. മറ്റേ കാല് പൊക്കുമ്പോൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന കൊക്കിനെ നമുക്ക് കാണാൻ കഴിയും. അപൂർവ കാഴ്ചയാണ്. അവർ പഴയ കൂട്ടുകാരാന്ന് തോന്നുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറൊരിടത്തേക്കാണ് പോകുന്നത്. പിന്നെയും വാഴക്കൃഷി. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല, അതാണ് പ്രശ്നം. നല്ല രസമുള്ള വാഴക്കൃഷി. ഇത് ഞാനിപ്പോൾ ഇന്തോനേഷ്യയിൽ അല്ല എന്ന് തോന്നിപ്പോകും. ഇവിടുത്തെ ചില മരങ്ങൾ കണ്ടാൽ നല്ല വൃത്തിയുള്ള. എല്ലാം ഇവിടെ പ്രത്യേകത വാഴമ്മൽ നിറച്ച് വാഴക്കുല ഉണ്ടാകുന്ന ഒരു വാഴക്കുലയാണിത്. ഇതിന് നമ്മൾ ഏത്തപ്പഴെന്നും പുതിയ പേര് വന്നിട്ടുണ്ട്. ഇനി വലിയൊരു കുന്നാണ് നമ്മൾ കയറുന്നത്. കയ്യൊക്കെ പിടിച്ച് കയറണം. ഇവിടെ കൊടുങ്കാറ്റ് വന്നിട്ട് 3-4 വാഴകൾ ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി കവുങ്ങിൻ തോട്ടമാണിത്. ഇവിടെ കവുങ്ങിന്മേൽ അടയ്ക്ക ഉണ്ടാകുമെന്ന് ഇവർ പറയുന്നുണ്ട്. നല്ലൊരു പ്രത്യേകതരം ഒരു ഏരിയ തന്നെയാണിത്. വിശാലമായ കവുങ്ങിൻ തോട്ടം. ഇവിടെ ആൾക്കാരൊന്നും വരാറില്ല എന്ന് ഈ വഴി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നല്ല വഴിയാണ്. ആൾക്കാർ നടന്ന പാടുകളുണ്ട്. ഇന്നലെയും കൂടി നടന്നിട്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നല്ലൊരു കാറ്റടിച്ചിട്ട്
വാഴ, ഇവിടെ കോഴി അതുപോലെ തന്നെ താറാവിൻ്റെ കോഴിമുട്ട എല്ലാം കിട്ടുന്നൊരു ഏരിയയാണ്. ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഏതായാലും വലിയൊരു കാട്ടിൽ നിന്ന് നമ്മൾ മറ്റു പ്രശ്നങ്ങളൊന്നും കൂടാതെ, മൃഗങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും നമ്മൾ വരുത്താതെ ഞാൻ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. Thank you very much for watching.